എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഈത്തപ്പഴം അച്ചാർ. നല്ല സ്വാദുള്ള ഒരു അച്ചാറാണിത്. പിന്നെ നമുക്ക് ചെറിയ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. ഇത് നമുക്ക് ബിരിയാണീൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും പറ്റും. ചെറിയ പാർട്ടിക്ക്, യാത്രയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് പിക്നിക്കിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ബീട്രൂട്ട്, ഈത്തപ്പഴം, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോഷകമൂല്യമുള്ള ഒരു അച്ചാർ കൂടിയാണ്. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇന്നുണ്ടാക്കുന്നത്. ബീട്രൂട്ട് ഈത്തപ്പഴം അച്ചാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് ബീട്രൂട്ട്, 300 ഗ്രാം ഈത്തപ്പഴം, പച്ചമുളക് 6 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില 4 തണ്ട് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാവും, വെളുത്തുള്ളി ഒരു 15 എണ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ നല്ലെണ്ണ 4 ടേബിൾ സ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. പിന്നെ ഈത്തപ്പഴം മിക്സിയിൽ അടിക്കാൻ 1/2 കപ്പ് വെള്ളം വേണം. ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് എപ്പോഴും തൊലി കളയുന്നതിന് മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഈത്തപ്പഴം കഴുകി കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ അത് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആ വെള്ളത്തോടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനും പറ്റും. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റൗ കത്തിക്കാം. ഫ്ലെയിം കുറച്ച് മീഡിയത്തിൽ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കഴിഞ്ഞ് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ പച്ച മണമൊക്കെ മാറി നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ തന്നെ വെക്കണം. ആ മുളക് കരിയാതെ നോക്കണം. അപ്പോൾ തന്നെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും ചേർത്ത് ഒരുമിച്ച് തന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് ഒരു 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് തന്നെ അതങ്ങ് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ആയിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത്
കുറച്ച് തണുത്തതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ച വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അച്ചാറിപ്പം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം. നമുക്ക് ചില്ലിൻ്റെ കുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കുറേ ദിവസം കേടാവാതെ നിൽക്കുകയും ചെയ്യും. ഇതിപ്പോൾ കുപ്പിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്. നമ്മൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.